It's a boy. ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഇറ്റ്സ് മീ ആതിര ഹിയർ. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കഥ ഇതുവരെ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. ടൈറ്റിലിന് ഇന്നത്തെ സംഭവം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. സോ യെസ്, നമ്മുടെ നെഫ്യൂ ഈസ് ടേണിങ് 28 ഡേയ്സ് നാളെ. അപ്പോൾ അതോടെ കൂടെ തന്നെ നൂലുകെട്ടും പേരിടലും നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സെലിബ്രേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവനുള്ള വൺ ഓഫ് ദ ഗിഫ്റ്റാണ് നമ്മളുടെ ഈ ഒരു സ്വിങ് കേട്ടോ. അതും പിന്നൊരു ഗിഫ്റ്റും കൂടി ഉണ്ട്. അതും നമുക്ക് എല്ലാം കൊണ്ട് അവനെ കാണാൻ വേഗം പോവാം. മിക്കുവിനുള്ള നമ്മുടെ ബേബി സ്വിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനുള്ള ബാറ്ററിയാണ് വിശാഖ് വാങ്ങാൻ പോയിരിക്കുന്നത്. അപ്പം നമുക്ക് അതും കൂടെ കിട്ടിക്കഴിഞ്ഞിട്ട് പോവാം. ബാക്കിയുള്ള സംഭവങ്ങളും ഡെക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇന്നൊരു ഫ്രൈഡേ ആണ്. ആൻഡ് താങ്ക്ഫുള്ളി നമ്മൾ ആ ഫ്രൈഡേ ട്രാഫിക്കിൽ നിന്ന് ജസ്റ്റ് എസ്കേപ്പ് ചെയ്തിട്ടാണ് ഈ പോകുന്നത് കേട്ടോ. അപ്പോൾ രണ്ടുപേരും ഡ്യൂട്ടി ഉണ്ടായിരുന്നു ഇന്ന്. ഞങ്ങൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഷടപടി യാത്രയായി. നമ്മുടെ കുറച്ച് സാധനങ്ങൾ ഓൺ ദ വേ വാങ്ങാനുണ്ടായിരുന്നു. ആ ബാറ്ററിയും കുറച്ച് സംഭവമൊക്കെ അതൊക്കെ വാങ്ങിച്ച് നമ്മൾ പോവാണ്. ഞാൻ പറയുന്നത് ഒന്നും എന്താ പറയുക ഓഡിബിൾ ആയിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും റെക്കോർഡ് ചെയ്യുന്നത്. ആ ഇരിക്കുന്ന സംഭവം അവന് സെറ്റ് ചെയ്ത് അവനതിലിരിക്കുന്നത് കാണണം എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. എനിവേയ്സ്, പോകുന്ന വഴിക്ക് നമുക്കൊരു ബ്യൂട്ടിഫുൾ സൺസെറ്റ് കിട്ടി. അതും കണ്ടുകൊണ്ട് കുറച്ച് പാട്ടൊക്കെ പാടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ ചെന്നതിന് ശേഷം നമുക്ക് കുറച്ച് അധികം പരിപാടികൾ ചെയ്യാനുണ്ട്. ഡെക്കറേറ്റ് ചെയ്യാനുണ്ട്, നാളത്തെ കാര്യങ്ങൾ ഒരുക്കാനുണ്ട്. അതിൻ്റെ ഇടയിൽ വൺ ഓഫ് ദി പ്രയോറിറ്റി സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൊണ്ടുപോയ സംഭവം അവന് സെറ്റായി അവനതിൽ എത്താന്നുള്ളതായിരുന്നു. സോ ഇത് നമ്മൾ വാങ്ങുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവന് ശരിക്കും ഇഷ്ടമാവും എന്ന് നമുക്കറിയാം. ഷീസ് എ ബേബി അല്ലേ. പക്ഷെ അതിനെക്കാട്ടും കൂടുതൽ മാളുനും അളിയനും വളരെ ഹെൽപ്ഫുൾ ആവും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ആൻഡ് താങ്ക്ഫുള്ളി ദാറ്റ് വാസ് വൺ ഓഫ് ദി ബെസ്റ്റ് പർച്ചേസ്. സോ അവനെ ഇതിലൊക്കെ ഇരുത്തി ആ സിപ്പിൾട്ടൊക്കെ എടുക്കാൻ കാണും ക്യൂട്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ നമ്മളുടെ നാളേക്കുള്ള പരിപാടിയാണ്. അതെല്ലാം അടുത്തടുത്ത് വരുന്ന വീഡിയോയിൽ കാണാം. എനിവേയ്സ്, ഞങ്ങൾ ഡെക്കറേറ്റൊക്കെ ചെയ്ത് ആ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഇതിൻ്റെ ഫുൾ സംഭവം നാളെ കാണാം. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മളെല്ലാം നേരത്തെ എണീറ്റു കുളിച്ച് റെഡിയായി. എന്താ പറയുക, വിളക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് മുഹൂർത്തം ഉണ്ടല്ലോ. അപ്പം ഇത്രയും ഏർലി മോർണിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആകെ അളിയനും മാളും മിക്കും ഞാനും വിശാഖും അതുപോലെ മാളുവിൻ്റെ ഫ്രണ്ടായിട്ടുള്ള സോനയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോന ഇന്നലെ വന്നു വെയിൽസിൽ നിന്ന്. അപ്പോൾ ഞങ്ങളാണ് ആ ഒരു അറേഞ്ച്മെൻ്റ് എല്ലാം സെറ്റ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ഇത്രയും പേരേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഇത്രയും ഏർലി മോർണിംഗ് അല്ലേ. അപ്പോൾ നമുക്ക് ഈ മുഹൂർത്തത്തിൽ തന്നെ നൂല് കെട്ടണം, അതുപോലെ പേര് വിളിക്കണം. അപ്പോൾ നാട്ടിൽ നിന്ന് എല്ലാവരും വീഡിയോ കോളിലുണ്ടായിരുന്നു കേട്ടോ. അതാണ് അങ്ങോട്ട് നോക്കുന്നത്. അപ്പോൾ അവരെല്ലാവരും ലൈവായിട്ട് ഇത് കാണുമായിരുന്നു. പിന്നെ ഇനിയിപ്പം ഫ്രണ്ട്സ് എല്ലാം വന്നിട്ട് കേക്ക് കട്ടിങ്ങും അതുപോലെ തന്നെ നമുക്ക് നെയിം റിവീലും കാര്യങ്ങളൊക്കെ ബാക്കി ചെയ്യാനുണ്ട്. സോ ഈ ഒരു സമയത്ത് കരിവളിട്ട് കൊടുക്കുകയായിരുന്നു. അതുപോലെ കണ്ണെഴുതി പൊട്ട് ആ പരിപാടികളൊക്കെ ആയിരുന്നു. അവനാണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയം ഇപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളൊരു ഇതിലായിരുന്നു. ചരട് കെട്ടുന്നു, അങ്ങോട്ട് വെക്കുന്നു. അവന് കുഞ്ഞ് കരിവളയാണെങ്കിൽ പോലും അവന് തീരെ ചെറുതായിരുന്നേ. പിന്നെ നമ്മൾ അവന് വളയിട്ട് കൊടുത്തു. അപ്പോൾ മാമനും മാമി വളയിട്ട് കൊടുക്കുന്നതിലായിരുന്നു. അതും ഈ പറഞ്ഞ പോലെ അവന് വലുതായിരുന്നു. ആകെ 28 ദിവസമല്ലേ ഉള്ളൂ. ഇനി അടുത്തതായിട്ടുള്ള ചടങ്ങെന്ന് പറഞ്ഞാൽ അളിയൻ അവനെ എന്താ പറയുക പേര് വിളിക്കുന്ന ചടങ്ങാണ്. അപ്പോൾ നമുക്ക് പേര് ഓൾറെഡി മിക്കുന്ന് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. പക്ഷേ നമുക്ക് പേര് അറിയാൻ വേണ്ടി കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം. പിന്നെ ഇതാണ് നമ്മുടെ സോന ഫ്രം വെയിൽസ്. അപ്പോൾ സോന ഇരുന്നിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുകയായിരുന്നു. പിന്നെ കുറേ ഫോട്ടോഷൂട്ട് നടത്തി. കാരണം നമുക്ക് മുഹൂർത്തം കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല സമയം കിട്ടിയല്ലോ. അപ്പോൾ നമ്മൾ പരമാവധി ആ ഒരു ടൈം റിലാക്സ്ഡ് ആയിട്ട് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ചെയ്യായിരുന്നു. അവനും ഒന്ന് റിലാക്സ്ഡായി. കാരണം ആ സമയമായപ്പോഴേക്കും തിക്കും തിരക്കൊക്കെ കഴിഞ്ഞു. അവനും ചെറിയ കൈയൊക്കെ ഇങ്ങനെ വെച്ച് ഒരു നാപ്പ് എടുക്കുന്നതായിരുന്നു.
അങ്ങനെ നമ്മുടെ നൂലുകെട്ടും കിരീടലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വേണ്ടി പുറത്തിറങ്ങി കേട്ടോ. അപ്പം ഒബ്വിയസ്ലി ഇറ്റ്സ് എ സാറ്റർഡേ ഏർലി മോർണിംഗ് ആൻഡ് നിങ്ങൾക്കറിയാലോ ഇവിടെ സാറ്റർഡേ ഒക്കെ പതുക്കെ എല്ലാവരും എണീറ്റ് വരുള്ളൂ എന്ന്. ഒബ്വിയസ്ലി കാലത്ത് എഴുന്നേറ്റ് ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തല്ലേ ഒരാൾ നല്ല ടയർഡാണ്, അതുകൊണ്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കുന്നു. ഇനി നമ്മുടെ അടുത്ത ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കേക്ക് കട്ടിംഗ് ആണ്. അതിന് നമ്മളൊരു ബ്യൂട്ടിഫുള്ളി കസ്റ്റമൈസ്ഡ് ഒരു കേക്ക് ഇതാ ഇവിടെ വന്നെത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് നെയിം റിവീലിംഗ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും പതുക്കെ അവരെല്ലാ ഫ്രണ്ട്സും പതുക്കെ ജോയിൻ ചെയ്തു. സോ കാരണം മറ്റേത് വളരെ ഏർലി മോർണിംഗ് ആയിരുന്നല്ലോ, പലർക്കും ഡ്യൂട്ടി ഉണ്ടായിരുന്നു, ഡ്യൂട്ടി കഴിഞ്ഞ് വന്നവരും പിന്നെ ഡ്യൂട്ടിക്ക് പോകാൻ നിൽക്കുന്നവരൊക്കെയാണ്. സോ അവരൊക്കെ ഒരു അറൗണ്ട് നമ്മൾ പറഞ്ഞിരുന്ന ഒരു 9:30, 10 കൂടിയിട്ട് വരാനായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമോട് കൂടിയൊക്കെ എല്ലാവരും പതുക്കെ 10-10:30 ആയപ്പോഴേക്കും വന്നു. അങ്ങനെ നമ്മൾ നമ്മളുടെ ബ്യൂട്ടിഫുൾ കേക്ക് ഇവിടെ ഉണ്ട് ആൻഡ് ഇതെല്ലാവരും ഇരിക്കുന്നുണ്ട്. ആൻഡ് സോ ദിസ് ഈസ് വാട്ട്സ് ഹാപ്പനിങ് ഹിയർ. എന്താണ് പറയാനുള്ളത് 28th ഡേ സെറിമണി ആയിട്ട്? സോ അവർ ഫ്രണ്ട്സ് എല്ലാവരും വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ കേക്ക് കട്ടിങ് പരിപാടിയിലേക്ക് കടന്നു. ആൻഡ് കേക്ക് വാസ് അടിപൊളി. സോ ജെൻഡർ റിവീൽ പാർട്ടിയുടെ ഒന്നും കേക്ക് ചെയ്ത ചേച്ചി തന്നെയാണ് ഇപ്പോഴും ചെയ്തത്. ആൻഡ് ഈ കേക്ക് വാസ് റിയലി യമ്മി. നമ്മളിങ്ങനെ അതിൽ എപ്പോഴും ആ ഒരു ടേസ്റ്റ് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അത്രയും അടിപൊളിയായിരുന്നു. അപ്പോൾ കേക്ക് കട്ടിങ് കഴിഞ്ഞു. പിന്നെ നമ്മൾ നേരത്തെ പേരിട്ടപ്പോൾ ഞാനും വിശാഖും പിന്നെ സോനിയും മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വീട്ടിൽ നിന്ന് എല്ലാവരും വീഡിയോ കോളും. സോ ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ട് നമ്മളൊന്നും കൂടെ ഒരു ഒഫീഷ്യൽ നെയിം റിവീലിംഗ് പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പരിപാടിയിലേക്കാണ് ഞാൻ അടുത്തത് പോകുന്നത്. സോ നമ്മളിതിൻ്റെ ഇടയിൽ മിക്കു എന്ന് വിളിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. എനിവേസ് അവൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് മിക്കു ആൻഡ് അവൻ്റെ റിയൽ നെയിം ഈസ് മാൻവിക്. അങ്ങനെ ആ ഒരു ഫംഗ്ഷൻ ബ്യൂട്ടിഫുള്ളായിട്ട് കഴിഞ്ഞു. അതിനുശേഷം മാളും അളിയനും ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും ഗോപി മഞ്ചൂരിയനൊക്കെ. ആൻഡ് ഫോട്ടോസ് എടുക്കാൻ പറ്റിയില്ല, പക്ഷേ അടിപൊളി ഫുഡായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിച്ച് നമുക്ക് വേഗം ഇറങ്ങേണ്ടി വന്നു. കാരണം 2 കാര്യങ്ങളുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ ഒരു വിസ റിലേറ്റഡ് കാര്യത്തിന് ഒരു അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വിശാലിന് നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് അധികം നേരം നിൽക്കാൻ പറ്റിയില്ല, ഓൾറെഡി ഉച്ച കഴിഞ്ഞായിരുന്നു. അപ്പം നമ്മൾ പിന്നെ വേഗം ഇറങ്ങി. ഇതൊക്കെയാണ് ഇന്നെടുത്ത ഫോട്ടോസ്. എന്താ പറയുക, ഭയങ്കര നമുക്കിങ്ങനെ എന്താ പറയുക, നല്ല നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളെല്ലാം നടന്നു കഴിഞ്ഞ് ആ ഒരു സക്സസ് ആയിട്ട് നമുക്ക് ഫോട്ടോസ് കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവില്ലേ, ആ ഒരു സന്തോഷം തോന്നുന്നു. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കുറച്ച് ടൈം കിട്ടിയതുകൊണ്ട് നല്ല കുറേ ഫോട്ടോസ് എടുക്കാൻ പറ്റി. ആൻഡ് ഓൾ ദീസ് പിക്ചേഴ്സ് ആർ സോ സ്പെഷ്യൽ ആൻഡ് പ്രഷ്യസ്. അവനിനി വലുതാവോ വേണം ഈ ഒരു വ്ളോഗും ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവരുടെ ഫ്രണ്ട്സ് എല്ലാം വന്നിട്ടുള്ള സെൽഫിയാണിത്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് ഇറ്റ്. ഇനി അടുത്ത വ്ളോഗായിട്ട് വീണ്ടും കാണാം. അതുവരയ്ക്കും സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ ആൻഡ് ബൈ.